ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസണിനിടയിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായി തന്നെ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. മോശം ഫോമിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും ചില താരങ്ങൾ പുറത്തേക്ക് പോയേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദുരന്തമായി മാറിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്രത്തോളം ഇടപെടലുകൾ നടത്തുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. സാധാരണ ജനുവരി ട്രാൻസ്ഫറിൽ കാര്യമായ ഇടപെടലുകൾ നടത്താത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കാര്യമായ അഴിച്ചുപണി നടത്താൻ തയ്യാറാണ് എന്നാണ് സൂചന. എന്നാൽ നിലവിൽ മികച്ച പ്രകടനം നടത്തുന്ന ക്വാമെ പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പെപ്രയെ പുറത്താക്കുന്നതിൽ ഒരു വിഭാഗം ആരാധകർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പെപ്രയ്ക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സുമായി നിലവിൽ കരാറുള്ള ജോഷ്വ സൊട്ടീരിയോയെ ടീമിലെത്തിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമമെന്നാണ് സൂചന. എന്നാൽ പെപ്രയുമായുള്ള കരാർ റദ്ദാക്കുമോ എന്നത് വ്യക്തമല്ല. മധ്യനിരയിലും പ്രതിരോധത്തിലും കാര്യമായ അഴിച്ചുപണി നടത്തേണ്ടതിന് പകരം ഫോമിലുള്ള പെപ്രയെ പുറത്താക്കുന്നതിന്റെ ഔചിത്യമാണ് മനസ്സിലാകാത്തത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി 2022 സൈൻ ചെയ്ത സൗരവ് മണ്ടേൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. കഴിഞ്ഞ സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അവസരങ്ങൾ ലഭിച്ചിരുന്ന താരത്തിന് ഈ സീസണിൽ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാൻ വേണ്ടി മറ്റൊരു ടീമിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സൗരവ് മണ്ടേൽ ഗോകുലം കേരള എഫ് സിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റൈറ്റ് ലെഫ്റ്റ് വിംഗ് പൊസിഷനുകളിൽ കളിക്കുന്ന താരം ഇതുവരെ 21 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത്. എന്തായാലും പ്രതിരോധത്തിലും മധ്യനിരയിലും കാര്യമായ അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ ഇനിയും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്.